കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസിൻ്റെ പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. വേശ്യമാരോടുകൂടി നിൻ്റെ മുതൽ തിന്നുകളഞ്ഞ് ഈ നിൻ്റെ മകൻ വന്നപ്പോഴേക്കോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഒരു അപ്പൻ തൻ്റെ മകന് വേണ്ടി തന്നെ വിട്ട് പുറപ്പെട്ടു പോയ തൻ്റെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മകന് വേണ്ടി വീണ്ടും അവൻ തിരിച്ചു വന്നപ്പോൾ ഒരു കാളക്കുട്ടിയെ അറുത്ത ആ ഒരു സംസാരമാണ് ഇവിടെ കാണുന്നത്. കാര്യം തൻ്റെ മൂത്ത മകൻ വേദനപ്പെടുകയാണ്. ഈ മകൻ എല്ലാം നഷ്ടപ്പെട്ട് വന്നിട്ടും അവന് വേണ്ടി നീ ഇതൊക്കെ ചെയ്യുന്നുവല്ലോ എന്ന്. പ്രിയ ദൈവമക്കളെ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് സ്വർഗീയ അനുഗ്രഹങ്ങളും ദാനങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിലും ദൈവത്തെ മറന്ന് ലോകവുമായിട്ട് പോകുന്നവർ ഒരുപാട് പേരുണ്ട്. അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ടും ദൈവം ആരെന്ന് ചോദിച്ച് മറുതലിത്ത് പോകുന്നവർ. അങ്ങനെ ഉള്ളവർ കർത്താവ് ഒരു ദിവസം താൻ ചെയ്തത് തെറ്റെന്ന് ഉണർന്ന് വീണ്ടും ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നോടുകൂടെ ചേർത്ത് കൊള്ളുമെന്ന് തൻ്റെ വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, അതേ നാം ഇവിടെ വചനം വായിക്കുമ്പോഴവിടെ കാണാം, ശുങ്കക്കാരും പാപികളും ആദ്യം ദൈവത്തിൻ്റെ രാജ്യത്തെ അവകാശമാക്കുന്നു എന്ന്. എന്തെന്ന് വെച്ചാൽ അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ട് കളഞ്ഞ് ദൈവത്തോട് യഥാർത്ഥ ഒരു മാനസാന്തരത്തോട് ഒരു മനസ്സലിവോട് കൂടെ ദൈവസന്നിധിയിൽ വരുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞ് അവരോട് ക്ഷമിച്ച് അവരെ തൻ്റെ മക്കളായി വീണ്ടും ചേർത്ത് കൊള്ളുന്നു. ആ ദിവസത്തിൽ സ്വർഗത്തിൽ വളരെ സന്തോഷമുണ്ടാകുമെന്ന് വചനം പറയുന്നു. അതേപോലെ തന്നെ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനെക്കാളും ഒരു തുന്മാർഗമായി നടക്കുന്ന ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് വരുമ്പോൾ സ്വർഗം വളരെ സന്തോഷിക്കുന്നെന്ന് വചനം പറയുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവം ഈ ഭൂമിയിൽ വന്നതും കാണാതെ പോയ അല്ലെങ്കിൽ പാപം ചെയ്ത് തൻ്റെ വഴിയെ വിട്ട് തിരിഞ്ഞു പോയ തൻ്റെ മക്കളെ രക്ഷിക്കാനാണ് ഈ ഭൂമിയിൽ വന്നത്. ആയതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും ചെന്ന് ഞാൻ പാപം ചെയ്ത് ഞാൻ കുഴിയിൽ വീണു, ഞാൻ തെറ്റിപ്പോയി, ഇനി എനിക്ക് ദൈവസന്നിധിയിൽ ഒരു മാപ്പില്ല എന്നിങ്ങനെ നാം പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇരിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്തെന്ന് പറഞ്ഞാൽ കർത്താവ് ഈ എല്ലാം നഷ്ടമാക്കിയിട്ട് തിരിഞ്ഞു വന്ന തൻ്റെ മകന് വേണ്ടി കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തതുപോലെ ആ ഒരു സന്തോഷം സ്വർഗത്തിലുണ്ടാകും. ഞാൻ ചെയ്തത് പാപമാണ് കർത്താവെ, സ്വർഗത്തോടും അങ്ങയോട് ഞാൻ പാപം ചെയ്തു പോയി, എന്നെ ക്ഷമിച്ച് അങ്ങയുടെ രാജ്യത്തിൽ എന്നെ ചേർത്ത് കൊള്ളണമേ, അങ്ങയുടെ മകനായി എന്നെ ചേർത്ത് കൊള്ളണമേ, മകളായി എന്നെ ചേർത്ത് കൊള്ളണമേ എന്ന് നാം പറയുന്ന ഒരു വാക്കിന് വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ വിട്ട് തിരിഞ്ഞ് ദൈവത്തിലേക്ക് വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടി കർത്താവ് ഇന്നും നമ്മെ നോക്കിയിരിക്കുമ്പോൾ, പ്രിയ പൈതലേ, അതുകൊണ്ട് ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമത്തെക്കാളും വെളുപ്പിക്കാം എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കർത്താവ് നമ്മെ ഓരോരുത്തരെയും കരുതി വഴി നടത്തും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഈ ദിവസം മാനസാന്തരത്തോടെ പാപങ്ങളെ വിട്ട് വിലകി കർത്താവിൻ്റെ സന്നിധിയിൽ വരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഈ സമയം ഞാൻ ദൈവസന്നിധിയിൽ തെറ്റിപ്പോയി, എൻ്റെ പാപങ്ങൾ ഏറെയായിപ്പോയി, ഇനി എനിക്ക് എൻ്റെ ദൈവസന്നിധിയിൽ ഒരിക്കലും ഒരു മാപ്പുമില്ല എന്ന് ഒതുങ്ങി നിൽക്കാതെ കർത്താവെ നീ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുള്ള ഒരു വാക്കോടുകൂടെ, ഒരു അനുതാപത്തോടു കൂടെ കർത്താവെ, ദൈവമേ, ഈ മെസ്സേജ് കേൾക്കുന്ന കർത്താവെ എല്ലാവരും കർത്താവ് ദൈവസന്നിധിയിൽ വന്ന് അഭയം പ്രാപിപ്പാനും കർത്താവിൽ നിന്ന് കർത്താവെ പാപക്ഷമ പ്രാപിച്ച് അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവരയിലും ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.